ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 4-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ ദാവീദ് ബഹുഭാര്യാത്വം സ്വീകരിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. കാരണം രാജാവായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളും സമ്പത്തുകളും അധികാരങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ അവൻ പലപ്പോഴും തെറ്റിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദാവീദ് കാണുന്നത് മറ്റ് രാജാക്കന്മാരെയാണ്. അപ്പോൾ അവരെ പോലെ ആയിത്തീരുവാനുള്ളൊരു ശ്രമം ദാവീദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കാണും. ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നപ്പോഴൊക്കെയും ദാവീദ് എല്ലാ കാര്യവും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായി നമ്മൾ കണ്ടു. എന്നാൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മനോഭാവം മനുഷ്യന് നഷ്ടപ്പെടുന്നു. എന്നിട്ട് അവൻ്റേതായ രീതിയിൽ അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കഷ്ടത ഭാഗ്യമെന്ന പിതാക്കന്മാർ പറയാൻ കാരണം ദൈവത്തെ കൂടുതൽ നമ്മൾ അനുഭവിച്ചറിയുന്നതും അടുത്തറിയുന്നതുമൊക്കെയും ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവിലാണ്. നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാരായ മോശ, ഇസഹാക്ക്, യോശുവ ഇവർക്കൊക്കെ ഓരോ ഭാര്യമാരേ ഉണ്ടായിരുന്നുള്ളൂ. ബഹുഭാര്യാത്വം അനുവദിച്ച മോശ പോലും മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മറ്റ് ഭൗതിക രാജാക്കന്മാരെ അനുകരിക്കുന്നത് കൊണ്ടാണ് ദാവീദിന് ഇപ്രകാരം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മാതൃകയാകേണ്ടത് കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാവാണ്. ദൈവം എന്ന രാജാവിന് വിധേയപ്പെട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഭൗതിക രാജാക്കന്മാരെ മാതൃകയാക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ സൗൽ രാജാവിൻ്റെ മകനായ ഇഷ്ബോഷേത്തിനെ ബെന്യാമിൻ ഗോത്രക്കാരായ 2 വില്ലാളികൾ വന്ന് കൊന്നുകളയുകയും അദ്ദേഹത്തിൻ്റെ തല ഛേദിച്ച് അത് ദാവീദിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അവർ വിചാരിച്ചു ദാവീദിന് അദ്ദേഹത്തോട് വെറുപ്പുണ്ടെന്ന്. അപ്പോൾ തൻ്റെ ശത്രുവിൻ്റെ തല കാണുമ്പോൾ ദാവീദ് തങ്ങൾക്ക് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ ഉപകാരങ്ങൾ നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കണം ഇവരതുകൊണ്ട് ചെന്നത്. ദാവീദ് ചോദിക്കുന്നത്, ആ നിഷ്കളങ്കനെ എന്തിനു നിങ്ങൾ വധിച്ചു എന്നാണ്. ഇഷ്ബോശേത്ത് ഒരിക്കലും ദാവീദിനെ യുദ്ധം പ്രഖ്യാപിക്കുകയോ അദ്ദേഹത്തെ എതിർക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ശൗലായിരുന്നു അപ്രകാരം ചെയ്തത്. ആ ശൗലിനെ വധിക്കാൻ പലപ്പോഴും തൻ്റെ മുന്നിൽ അവസരം ലഭിച്ചിട്ട് പോലും വധിക്കാതെ അഭിഷിക്തനെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവനാണ് ദാവീദ്. ആ ദാവീദിൻ്റെ അടുത്താണ് അവൻ്റെ മകൻ നിഷ്കളങ്കനായ ഇഷ്ബോശേത്തിൻ്റെ ശിരസ്സുമായി ഇവർ വന്ന് നിൽക്കുന്നത്. എന്തിനാ ആ നിഷ്കളങ്കനെ കൊന്നു എന്ന് പറഞ്ഞ് ദാവീദ് അവരെ വധിക്കുന്നതായി നമ്മളിവിടെ കാണുകയാണ്. പലപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് ഹീനകൃത്യവും ചെയ്യുവാൻ മനുഷ്യൻ പലപ്പോഴും മടിക്കാറില്ല. നമ്മളിവിടെ വായിക്കേണ്ട മറ്റൊരു കാര്യം, ദാവീദിന് ഈ വീഴ്ചകളൊക്കെ സംഭവിച്ചപ്പോൾ ദാവീദ് ജീവിച്ച കാലം പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്താണ്. പഴയ ഉടമ്പടിയുടെ കാലത്ത് ഹോളി സ്പിരിറ്റിനെ സ്ഥിരമായി മനുഷ്യന് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. പഴയ നിയമ വിശുദ്ധർക്ക് അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം താൽക്കാലികമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് ദാവീദും 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച്, നിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് നീ എടുത്ത് കളയരുതേ എന്ന്. ഊരിയാവിനെ കൊന്ന് ബേർശേബയെ സ്വന്തമാക്കി
നാഥാൻ ആ പ്രവാചകൻ്റെ ആ പ്രബോധനം ലഭിച്ചപ്പോൾ ദാവീദിന് പശ്ചാത്താപമുണ്ടായി. അത് എഴുതിയതാണല്ലോ 51-ാം സങ്കീർത്തനം. അതിൻ്റെ 8-ാം വാക്യത്തിൽ ആ സങ്കീർത്തനം അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാം. എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയരുത്. എപ്പോഴും എനിക്ക് ആത്മാവിനെ തരണം. ആത്മാവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തതെന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ കർത്താവും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു, ബഹുവാര്യാത്വം പോലും മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം നിങ്ങൾക്ക് അത് തന്നതാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പഴയ നിയമത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്ഥിരമായി മനുഷ്യൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ കാലങ്ങളുണ്ടായത്. അവർ പഴയ ഉടമ്പടിയുടെ കീഴിലുള്ളവരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഭാഗ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്ഥിരമായി നൽകിയെന്നാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പിതാവ് നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇനി സകല സത്യത്തിലേക്കും അവൻ നിങ്ങളെ വഴി നടത്തും. ഇന്ന് ഭൂമിയിൽ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിച്ചവരാണ്. ആ സ്വീകരിച്ച് നമ്മൾ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. അതുകൊണ്ട് പഴയ ഉടമ്പടിയിലെ പോലെ നമുക്ക് പ്രവർത്തിക്കാനാവില്ല. പുതിയ ഉടമ്പടിക്ക് ആ പരിശുദ്ധാത്മാവിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് എങ്ങനെ ജീവിച്ചോ അപ്രകാരം നമ്മൾ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് പിതാവ് സ്ത്രീകന്മാർ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണെന്നും കർത്താവ് സ്ത്രീകന്മാരോട് പറഞ്ഞു. ആ സ്ത്രീകന്മാരാൽ സഭയിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം ആ പുതിയ ഉടമ്പടിക്ക് വിധേയമായി പരിശുദ്ധാത്മാവിന് വിധേയമായി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദാവീദിൻ്റെ കാലത്തോ അല്ലെങ്കിൽ പഴയ നിയമകാലത്തോ അവരൊക്കെ ചെയ്തത് പോലെ വ്യഭിചാരവും കുലപാതകവും ഒക്കെ ചെയ്തിട്ട് ആ പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അവരെല്ലാം നമുക്ക് മാതൃകയാവുക. അവരുടെ കാലത്ത് അവർക്ക് അതിനുള്ള പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കാഞ്ഞതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ടും ദാവീദ് എത്രയോ നീതിമാനായൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പാപം ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഞാൻ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ആളാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ആ പുതിയ ഉടമ്പടിക്ക് വിധേയമായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമായതിനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.